ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അച്ചുട്ടിക്ക് ആകെ പല്ല് വേദനയായി വീങ്ങിയിരിക്കണ്. അപ്പോൾ ഇന്നലെ തുടങ്ങിയതാട്ടോ അച്ചുട്ടിക്ക് പല്ല് വേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം കരച്ചിലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ പെൻഡിങ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ മങ്കട വെച്ചിട്ടുള്ള സോപ്പ് നിർമ്മാണത്തിൻ്റെ ക്ലീനിങ് ഐറ്റംസിൻ്റെ ഒരു പരിശീലന ക്ലാസ്സിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ 9 മണിക്ക് പോയി ഉച്ചക്ക് 2:30 ഇവിടെ വീട്ടിലെത്തുള്ളൂ. അതിന് ശേഷം പിന്നെ നോമ്പല്ലേ, നോമ്പിനുള്ള ഒരുക്കങ്ങളും നോമ്പറക്കാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി നിൽക്കുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ രാത്രി ആവുന്നതും പിന്നെ മയക്കം തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ കഴിഞ്ഞിടും നേരം കിട്ടണില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ പെൻഡിങ് ഇപ്പോട്ടാ. പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ അച്ചുട്ടിനെ കൊണ്ടുപോകും കേട്ടോ. അച്ചുട്ടി ഞാനും കൂടെ പോവല്ലോ. ഓക്ക് ഇന്നലെ ഒരു ദിവസം നല്ല വെയിൽ കൊണ്ട് ബസ് കിട്ടിയില്ല. അതിന് കുറച്ച് നടന്നിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ കുറച്ച് നല്ല വെയിൽ കൊണ്ട് അതാവുമ്പോൾ എൻ്റെ അച്ചുട്ടിക്ക് പല്ലുവേദന, അന്ന് രാത്രി പല്ലുവേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നോമ്പ് പറഞ്ഞ പരിപാടി ഇതാണ്. മാങ്ങ ഉണ്ട് മൂച്ചിമേ, നല്ല കപ്പിയാങ്ങ കേട്ടോ. അപ്പോൾ ആ മാങ്ങ അറുത്ത് കുട്ടികളെ കൊണ്ട് അല്ലൂസൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ അതിനെ അറുത്ത് കൊണ്ടു കേട്ടോ. അങ്ങനെ മാങ്ങ അറുത്ത് കൊണ്ടുവന്ന് അതിൽ അച്ചാറിപ്പൊടിയും ഉപ്പും മുളകും സുർക്കിയും മുളകുപൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി വെക്കും. നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ, കപ്പിയാങ്ങയാണ്. അപ്പോൾ അങ്ങനെ തിന്നും. അപ്പോൾ ഇപ്പോൾ 4 ദിവസമായി നോമ്പ് 1 തുടങ്ങിയിട്ട് നോമ്പ് 2, 3 തുടങ്ങിയതാണ്. ദിവസം ഓരോ മാങ്ങ അറക്കും. ഓരോ മാങ്ങ കുട്ടികൾ എങ്ങനെയെങ്കിലും ആയിട്ട് അറുത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളിതാ മസാലയൊക്കെ ഇട്ട് തിന്നാം. അപ്പം അതന്നെ പരിപാടി കേട്ടോ. അല്ല പൊന്നൂസ് എത്ര നോമ്പ് പൊന്നു വന്നേ അല്ല അച്ചോ എനിക്ക് ഞാൻ പറഞ്ഞ നാരങ്ങ മുട്ടായി ഇവിടെ വൈകുന്നേരം ഉച്ചയ്ക്ക് എല്ലാവർക്കും 5 റുപ്യ കൊടുത്തിരുന്നുണ്ടാവും. അപ്പൊ ആ പൈസ പാത്ത് വെച്ചേ നോമ്പ് ഇറക്കുമ്പോൾ മുട്ടായി വാങ്ങാച്ചിട്ട് അപ്പൊ എല്ലാവരും പോയി കടയിൽ പോയി മുട്ടായി ആയിട്ട് വന്നതാണ്. അച്ചൂട്ടി എത്ര നിന്നുണ്ടേ ആർക്ക് വേണ്ടേ? അങ്ങനെ ഇതാ നല്ലോണം അത്യാവശ്യം നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിക്കണം കേട്ടോ. മുളക് പൊടിയും സുർക്കിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ മാങ്ങയൊക്കെ കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കാലാവട്ടെ. ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ഇപ്പം ഈ മാങ്ങ തിന്നണം കേട്ടോ. കാരണം നോമ്പറന്നാൽ പിന്നെ അങ്ങനത്തെ എരിവിനൊക്കെ നല്ല പുതിയാണ്. പുളി ഉണ്ടെങ്കിൽ പുളി കുഴക്കും, അല്ലെങ്കിൽ മാങ്ങ കുഴക്കും. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ. കുട്ടികളും തിന്നും, അച്ചൂട്ടി തിന്നൂല, പക്ഷെ മറ്റുള്ള എല്ലാവരും തിന്നിട്ടാ. പെട്ടെന്ന് തന്നെ കാലിയാക്കി തീർക്കും. അങ്ങനെ ഇതാ പിന്നെ ഇക്കാൻ്റെ അടുത്ത് കൊണ്ടുപോയതാണ്ട്. ഇക്കാക്ക് വേണോ പക്ഷേ ഇപ്പോൾ ഇക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചീത്ത അറിയാം, നോമ്പറന്നൊക്കെ നേരിൽ തിന്നുമ്പോൾ ചിലപ്പോൾ ചീത്തയാക്കൂട്ടോ. പക്ഷെ നല്ല എന്താപ്പോൾ ഇപ്പം ഇന്നലെ പറഞ്ഞിരുന്നു അങ്ങനെ നോമ്പറന്നൊക്കെ എരുള്ളത് കയറ്റണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഏതായാലും ഓഫീസ് റൂമിൽ ഇക്കാൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മക്കളും എല്ലാവരും കൂടി തീറ്റ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ കാലിയാവും മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ ഉപ്പിലിട്ടതെല്ലാം മാങ്ങയും മുളകിട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതന്നെ പരിപാടിയില്ലേ, നോമ്പറന്നാൽ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പൈനാപ്പിള്, അതുപോലെ തന്നെ എരിവുള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിക്കാറില്ലല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ നോമ്പറന്നാൽ. അപ്പോൾ ഞാനും തന്നെ വൈകുന്നേരം മാങ്ങ അറുത്ത് കൊണ്ടുവച്ചും നോമ്പറക്കുമ്പോഴത്തേന് ഇത് റെഡിയാക്കി വെക്കും. നോമ്പറന്ന് ചായ കൂടി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എടുത്ത് തിന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ വിശേഷം എന്നുള്ളത്. ഇപ്പോൾ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും ടൈമില്ല കേട്ടോ. കാരണം ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ നോമ്പും കുഴക്കും. അങ്ങനെ ഇതാ മാങ്ങയൊക്കെ തിന്നല് കഴിഞ്ഞപ്പോൾ ചോറ് ഏകദേശം ആയി തുടങ്ങി കേട്ടോ. പിന്നെ ഇതാ അന്ന് വൈകുന്നേരം കുറച്ച് മാങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇക്കാം. അപ്പോൾ ആ മാങ്ങയൊക്കെ ഒന്ന് അച്ചാറിട്ട് വെച്ച്, പിന്നെ ഇതാ അന്ന് പുട്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഏകദേശം തിന്ന് കഴിഞ്ഞു. എന്നാലും ബാക്കിയുണ്ട് കേട്ടോ, 2 കഷ്ണം കറി പുട്ട് ബാക്കിയുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മീൻ മുളകിട്ടതായിരുന്നു, മീൻകറി ആയിരുന്നു ഒന്ന് ഉണ്ടാക്കിയത്, അതും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ അന്ന് രാത്രി താളിക്കാനുള്ള ചീരൻ്റെ ഇലയൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരൻ്റെ ഇപ്പം രാത്രി പിന്നെ അരച്ചൊന്നും കറി വെക്കൂല കേട്ടോ, താളിപ്പം ഉണ്ടാക്കല്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ താളിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ചീരൻ്റെ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാ നമ്മൾ ഉപ്പേരിക്ക് പയറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് താളിപ്പും ചീരൻ്റെലയും പയറും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പെലച്ചക്കൊക്കെ. പിന്നെ ഇതാ നമ്മൾ മീനൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. ഞാൻ മസാലയൊക്കെ കൂട്ടി ഫ്രിഡ്ജ് വെക്കൂട്ടോ. അതായത് പെലച്ചക്ക് നീക്കി 3:30 എണീക്കൂട്ടോ. 3:30 എണീറ്റിട്ടാണ് മീനൊക്കെ പൊരിച്ചെടുക്കൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.